അട്ടപ്പാടിയെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തു. ഇനി 4 വീഡിയോ കൂടി ചെയ്യാനുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അട്ടപ്പാടിയിലെ 2 സംസ്കാരങ്ങളെക്കുറിച്ചാണ്. ഒന്ന് കൊടകരപ്പള്ളം സംസ്കാരം, ഒന്ന് ശിരുവാണി സംസ്കാരം. അട്ടപ്പാടിയിൽ ഏകദേശം 5-6 നദികളുടെ സാമീപ്യമുണ്ട്. ഉദാഹരണത്തിന് വരകാർ, കൊടകരപ്പള്ളം, ഭവാനി, ശിരുവാണി, കുന്ത, കുന്തി, ഇങ്ങനെ 6 നദികളുടെ സാമീപ്യം അവകാശപ്പെടാവുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അപൂർവമായ സ്ഥലമാണ് അട്ടപ്പാടി. അപ്പോൾ ഈ 6 നദികൾ, ഉദാഹരണം നേരത്തെ പറഞ്ഞ പോലെ ഈ കൊടകരപ്പള്ളം, വരകാർ, ഭവാനി, ശിരുവാണി, കുന്ത, കുന്തി, ഈ നദികളുടെ എല്ലാം മിക്കവാറും നദികളുടെയും തീരങ്ങളിൽ അതിപ്രാചീനമായ സംസ്കാരങ്ങളുടെ അവശിഷ്ടമുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനെ മഹാശിലായുഗ സംസ്കാരമെന്നോ അതിൻ്റെ ഇനിമ്പ് യുഗമെന്നോ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സംഘകാലഘട്ടമെന്നോ ഒക്കെ പറയാവുന്ന ഏകദേശം 2 മുതൽ ഒരു 3-4 വർഷം വരെ 2000 മുതൽ 4000 വർഷം വരെ പഴക്കം വരുന്ന ഒരു ജനവാസ കേന്ദ്രങ്ങളുടെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോൾ നമുക്ക് ഭവാനിയുടെ തീരത്തായാലും വരകാറിൻ്റെ തീരത്തായാലും കൊടകരപ്പള്ളത്തിൻ്റെ തീരത്തായാലും അതുപോലെ ശിരുവാണിയുടെ തീരത്തായാലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അട്ടപ്പാടിയുടെ 4 നദികളുടെ കരകളിൽ നിന്നും നമുക്ക് ഈ ആദിമ മനുഷ്യ സംസ്കാരത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയോ ഇതേക്കുറിച്ചുള്ള വ്യക്തമായ ചർച്ചകളോ അല്ലെങ്കിൽ പൊതുധാരണകളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അട്ടപ്പാടിയിൽ ഇതുപോലുള്ള അന്വേഷണങ്ങൾക്ക് സാധ്യതയില്ല എന്ന് കരുതി ഒരു വിഭാഗം ഗവേഷകർ അട്ടപ്പാടിയിലേക്ക് വരാതെ ഇരുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതല്ല. അട്ടപ്പാടിയിലെ 6 നദികളിലെ പ്രത്യേകിച്ച് 4 നദികളുടെ തീരങ്ങളിലും പ്രാചീന മനുഷ്യ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. VVK വാലത്ത് അദ്ദേഹത്തിൻ്റെ പാലക്കാട് സ്ഥലനാമ ചരിത്രം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മുത്തിക്കുളം ഭാഗത്ത് നിന്നാണ് ശിരുവാണിപ്പുഴ ഒഴുകുന്നത്. ഈ മുത്തിക്കുളം ഭാഗത്ത് അതിപ്രാചീന സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുമായിരിക്കും എന്ന് VVK വാലത്ത് അദ്ദേഹത്തിൻ്റെ പാലക്കാട് ജില്ല സ്ഥലനാമ ചരിത്രം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശിരുവാണിപ്പുഴ കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പുഴകളിലൊന്നാണ്. ഏറ്റവും ശുദ്ധമായ ജലം കിട്ടുന്ന ഒന്നാണ് ശിരുവാണിപ്പുഴ. കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു വെള്ളവും കൂടിയാണ് ശിരുവാണിപ്പുഴ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ പുഴയുടെ തീരങ്ങളിൽ ഒരു സംസ്കാരം ഉത്ഭവിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അതുമാത്രമല്ല അവിടെ അങ്ങനെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് പിന്നീട് ശിരുവാണി സംസ്കാരമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഏകദേശം ശിരുവാണി പുഴയുടെ ഇരുകരകളിൽ നിന്നായിട്ട് ഏകദേശം 6ഓളം സൈറ്റുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കൂടപ്പെട്ടി സൈറ്റ്, അതുപോലെ നട്ടക്കല്ലൂർ സൈറ്റ്, അതുപോലെ നായ്ക്കർപ്പാടി സൈറ്റ്, അതുപോലെ ബൂതിവഴി സൈറ്റ്, പിന്നെ അഗളി സൈറ്റ്, അതുപോലെ നെല്ലിപ്പതി, ഇങ്ങനെ 6 സൈറ്റുകൾ നമ്മൾ ഇതുവരെ ശിരുവാണിപ്പുഴയുടെ ഇരുകരകളിലുമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഈ പുഴയുടെ ചുറ്റുവട്ടത്ത് ജീവിച്ചിരുന്ന പ്രാചീനമായ, അത് സംഘകാലമോ മഹാശിലായുഗമോ ഇരുമ്പ് യുഗമോ എന്ത് പേരിട്ട് വിളിച്ചാലും ഒരു 2000 മുതൽ 3000 വർഷങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു സംസ്കൃതിയുടെ അവശിഷ്ടമാണ്. ഇതിനെയാണ് നമ്മൾ പൊതുവിൽ ശിരുവാണി സംസ്കാരം എന്ന് പറയുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ അതിപ്രാചീനമായിട്ടുള്ള നദീതട സംസ്കൃതികളിൽ അല്ലെങ്കിൽ സംസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശിരുവാണി സംസ്കാരം. അപ്പോൾ ഇതേക്കുറിച്ചുള്ള ആഴത്തിലുള്ള അന്വേഷണങ്ങൾ ഇനി വരും കാലങ്ങളിൽ പുതിയ ഗവേഷകർ നടത്തണമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത വീഡിയോ കാണണം. അടുത്ത വീഡിയോയിൽ ഞാൻ കൊടകരപ്പള്ളം സംസ്കാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.